ലോകത്ത് ഇതുവരെ നടന്നിട്ടുള്ള യുദ്ധമുറകളാണ് വെപ്പൺ വാർ, അതിനുശേഷം ബയോ വാർ, ഇപ്പോൾ നടക്കുന്നത് സൈബർ വാർ. பெண்பூச்சி இல்லைங்கிறது தான் எங்களுக்கு ரொம்ப ஆச்சரியமா இருக்கு. சார், what do you mean? வேட்டையாடுறது எல்லாமே ஆண் பூச்சி தான். Look at the subgenital and focula. எப்படி சார் எல்லாமே ஆண் பூச்சினா? That's the $1 million question. குஜராத்ல கோடிக்கணக்கான ஆண் மற்றும் பெண் வெட்டுக்கிளிகளோட படையெடுப்பு தான் நடந்துட்டு இருக்கு. வெட்டுக்கிளிகள் ஒவ்வொரு கிராமமா போய் மொத்தமா அழிக்க ஆரம்பிச்சிருச்சு. பட் இத பத்தி ஒரு மீடியா கூட பெருசா கண்டுக்கவே இல்ல. ഇനി ഭാവിയിൽ സംഭവിച്ചേക്കാവുന്നത് Imagine a world of permanent darkness, where machines control man's destiny. The machines, they're starting to take over. Judgment Day. The end of the world. You don't want to do this. മെയ് 2015 ചൈനയിലെ യുയാങ്ങിലെ ആളുകൾ ഒരു വിചിത്ര കാഴ്ച കണ്ടു. അവർ സിറ്റിയുടെ ഒരു കോണിൽ ആകാശത്ത് മേഘങ്ങൾക്കിടയിൽ ഒരു വലിയ നഗരം കണ്ടു. മേഘങ്ങളുടെ ഇടയിൽ ഇവർ ഈ നഗരം ഏതാനും മണിക്കൂർ കണ്ടു. അതിനുശേഷം അത് അപ്രത്യക്ഷമായി. ഇത് ഇൻ്റർനെറ്റിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറി. ഒന്ന് ശ്രദ്ധിച്ച് ഈ നഗരത്തിൽ നോക്കിയാൽ അത് ഒരു ആർട്ടിഫിഷ്യൽ മായാ നഗരമായിരുന്നു എന്ന് മനസ്സിലാക്കാം. സയൻറ്റിസ്റ്റ് ഇതിനെ ഫാറ്റ മൊർഗാന എന്ന് പറയുന്നു. പക്ഷെ ചിലർ ഇത് ഭാവിയിൽ ഫേക്ക് ഏലിയൻ അറ്റാക്ക് സൃഷ്ടിക്കാനുള്ള സ്കൈഗ്രാഫി അഥവാ ബ്ലൂ ബീം 70 ഹോളോഗ്രാഫിക് ടെക്നോളജി ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. ലേസർ സാറ്റലൈറ്റ്സും സൗണ്ട് സാറ്റലൈറ്റ്സും ഉപയോഗിച്ച് ഇത് നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് വാദം. ഈ ടെക്നോളജി ഉപയോഗിച്ച് ഭാവിയിൽ ദൈവത്തെ ആകാശത്തിൽ കാണിച്ചാൽ എല്ലാവരും വിശ്വസിച്ചു പോകും. കാരണം ഇപ്പോൾ കാലാവസ്ഥ നിയന്ത്രിക്കാനുള്ള ടെക്നോളജി ഓൾറെഡി ഉണ്ട് എന്നാണ് ചില വിദേശ കോൺസ്പിരസി തിയറിസ്റ്റുകൾ വാദിക്കുന്നത്.
Perhaps we need some outside universal threat to make us recognize this common bound. I occasionally think how quickly our differences worldwide would vanish if we were facing an alien threat from outside this world. In my line of work, you got to keep repeating things over and over and over again for the truth to sink in, to kind of catapult the propaganda. Of these troubled times, our fifth objective, a new world order, can emerge. We have before us the opportunity to forge for ourselves and for future generations a new world order. When we are successful, and we will be. ഇനി ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്രോപ്പ് സർക്കിൾസിനെ പറ്റിയാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ക്രോപ്പ് സർക്കിൾ. നമ്മുടെ പാടത്ത് ധാന്യവിളകൾ ഉണ്ടല്ലോ, അതിൽ ഒരു ഭാഗത്ത് ചെടി പറിച്ചു കളഞ്ഞോ ചവിട്ടി മെതിച്ചോ ഒരു സർക്കുലർ ഷേപ്പ് ഉണ്ടാക്കുന്നതിനെയാണ് ക്രോപ്പ് സർക്കിൾ എന്ന് വിളിക്കുന്നത്. ഇത് നിർമ്മിച്ചത് ഏലിയൻസ് ആണ് എന്നാണ് ചിലർ വാദിക്കുന്നത്. ഇത് തീർച്ചയായും തെറ്റായ വാദമാണ്. ഇത് അന്യഗ്രഹ ജീവികൾ ലേസർ പോലെ എന്തോ ടെക്നോളജി യൂസ് ചെയ്ത് നിർമ്മിച്ചതാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. ഇത് ആദ്യമായി കേൾക്കുന്നവർ ഇത് വിശ്വസിച്ചേക്കാം. ഇതിൽ കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി മിക്സ് ചെയ്താൽ ഇത് ആളുകൾ വിശ്വസിക്കും. ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ പടരാനുള്ള കാരണം അടിസ്ഥാനമില്ലാത്ത കോൺസ്പിറസി തിയറിയും സോഷ്യൽ മീഡിയയുമാണ്. മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആളുകളെ എങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാം എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഈ കെട്ടുകഥ. ആദ്യത്തെ ഒഫീഷ്യലി റിപ്പോർട്ട് ക്രോപ്പ് സർക്കിൾ കാണുന്നത് 1966 ഓസ്ട്രേലിയയിലെ താളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ ഫാർമർ പറഞ്ഞ കാര്യം എന്തെന്നാൽ താൻ പാടത്ത് ചെന്നപ്പോൾ പേടകം പറന്ന് പൊങ്ങിയെന്ന്. അവിടെ വീക്ഷിച്ചപ്പോൾ ഇതുപോലെ ഒരു സർക്കിൾ ആകൃതിയിൽ ഒരു രൂപം കണ്ടു. അപ്പോൾ ആളുകൾ ഇത് ഏലിയൻസ് ആണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു വരുത്തി. അവിടെ തുടങ്ങിയതാണ് ക്രോപ്പ് സർക്കിൾസും ഏലിയൻസുമായിട്ടുള്ള ബന്ധം. ഇതിനെപ്പറ്റി അന്വേഷിച്ച എയർഫോഴ്സ് പറഞ്ഞത് ഇത് ചുഴലിക്കാറ്റോ അതുപോലെ വാട്ടർ സ്പ്രൗട്ടോ അതുപോലെ ഏതെങ്കിലും നാച്ചുറൽ ഫിനോമിനൻ ഉണ്ടായിട്ട് ആ ഭാഗം സർക്കിൾ ഷേപ്പിൽ വന്നതാണ് എന്നാണ്. കോമൺ സെൻസുള്ള ആർക്കും ഇത് മനസ്സിലാക്കാം. പക്ഷേ ആളുകൾ വീണ്ടും പറഞ്ഞു വരുത്തി ഇത് ഏലിയൻസ് ആണെന്ന്. പിന്നീട് 1970 ഇംഗ്ലണ്ടിൽ പലയിടത്തും ഇത് പ്രത്യക്ഷപ്പെട്ടു. 1990 ഡൗഗ് ബോവറും ഡേവിഡ് ചോർലിയും പറഞ്ഞു ഇത്രയും നാൾ നിങ്ങൾ ഇംഗ്ലണ്ടിൽ കണ്ട ക്രോപ്പ് സർക്കിൾസ് മെജോറിറ്റി നിർമ്മിച്ചത് തങ്ങളായിരുന്നു എന്ന്. ഇതിൻ്റെ നിർമ്മാണവും അവർ കാണിച്ചു കൊടുത്തു. പിന്നീട് 1996 സ്റ്റോൺഹെഞ്ചിൻ്റെ അടുത്ത് ഒരു ക്രോപ്പ് സർക്കിൾ പ്രത്യക്ഷപ്പെടുന്നു. ഇത് കണ്ടിട്ട് ഇതാരോ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയത് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വീണ്ടും ഇതുണ്ടാക്കിയത് ഏലിയൻസ് ആണെന്ന് വ്യാജ പ്രചാരണം തുടങ്ങി. ഇത് യാഥാർത്ഥ്യത്തിൽ ജൂലിയ സെറ്റ് ഫ്രാക്ഷണൽ ജനറേറ്റർ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. പിന്നീട് 3 പേർ ചേർന്ന് നിർമ്മിച്ചതാണ് ഇത് എന്ന് തെളിഞ്ഞു. 1974 2 സയൻറ്റിസ്റ്റ് ചേർന്ന് ആർസിബോ ടെലിസ്കോപ്പ് വഴി ഒരു സിഗ്നൽ സെൻഡ് ചെയ്തു. 2001 ഇതിൻ്റെ സമീപ പ്രദേശത്ത് മറ്റൊരു ക്രോപ്പ് സർക്കിൾ പ്രത്യക്ഷപ്പെട്ടു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ആ ക്രോപ്പ് സർക്കിളാണ്. ഇത് രണ്ടും ഒരുപോലെ തന്നെയല്ലേ? ഒരുപാട് അടിസ്ഥാനബോധം ഇല്ലാത്തവർ പറഞ്ഞു ഇത് ഏലിയൻസ് ആണ്. ഇവർ പറഞ്ഞ് പ്രചരിക്കുന്നത് നമ്മൾ മുമ്പ് സെൻഡ് ചെയ്ത മെസ്സേജിന് ഏലിയൻസ് ക്രിയേറ്റ് ചെയ്ത മറുപടിയാണ് ഇത് എന്നാണ്. രണ്ടും സാമ്യമുള്ളതുകൊണ്ടായിരിക്കാം ഇവർ ഇങ്ങനെ തള്ളിവിടുന്നത്. പിന്നീട് 2013 മാത്യു വില്യംസ് പറഞ്ഞു താൻ ക്രോപ്പ് സർക്കിൾസിൽ നിന്ന് റിട്ടയർ ആവുകയാണ് എന്ന്. അതായത് ഇത്രയും നാൾ ഇതുണ്ടാക്കിയത് താനാണ്, താൻ ഇനി റിട്ടയർ ചെയ്യുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. 2013 ശേഷം ഇംഗ്ലണ്ടിൻ്റെ പല ഭാഗത്തും ഉണ്ടാക്കുന്ന ക്രോപ്പ് സർക്കിൾസിന് പെർഫെക്ഷൻ പോരാ എന്ന് അദ്ദേഹം വിമർശിച്ചു. യഥാർത്ഥത്തിൽ ഒരു സ്കൂൾ കുട്ടിക്ക് മനസ്സിലാക്കാം ക്രോപ്പ് സർക്കിൾസ് ഫേക്കാണെന്ന്. ഏത് കാര്യവും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാണ്ട് സ്വയം ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇന്നത്തെ സമൂഹത്തിന് ഇല്ല. ഇത് ഭാവിയിൽ വലിയ വിപത്തുകൾ വരുത്തിവെക്കും. ഉദാഹരണത്തിന് ഏലിയൻസ് ഇല്ലെങ്കിലും ഈ സ്പേസ്ഷിപ്പ് പോലെയുള്ള പേടകങ്ങൾ ഏരിയ 51 അതുപോലെയുള്ള പല റെസ്ട്രിക്റ്റഡ് ഏരിയാസിലും ഉണ്ടെന്നതിന് നിരവധി രേഖകളുണ്ട്. ഇതുകൊണ്ട് ഭാവിയിൽ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ പിടിച്ചെടുക്കേണ്ട രാജ്യത്ത് ആക്രമണങ്ങൾ നടത്തുകയും എന്നിട്ട് കുറ്റം ഏലിയൻസിൻ്റെ തലയിൽ കെട്ടിവെക്കാവുന്നതുമാണ്. ഇതുപോലെ ഒരു യുക്തിയുമില്ലാതെ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർ ഇതുകൂടി അറിയുക. ഇത് ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. Blend of both corporate and government programs, and I've met with a number of them who are involved at that level, and they all have this agenda
to want to control the world through one calamity after another. And the big one they've been planning is to hoax sort of an alien threat from outer space. You know, Wernher von Braun back in the 70s on his deathbed told a member of my team, sort of the uber global elite who are really fascists wanted to take over the planet and unite humanity, not in love and peace or spiritual development or anything nice. Protocols to do that. First, there would be, of course, the Cold War, which they would wind down, replace it with global terrorism, and then global financial chaos. And then the big one, which is the one that they're working on most, that's been very covert in these unacknowledged special access projects, is this hoaxed alien threat. All of this is basically a dress rehearsal for what's coming. ഇതുപോലെയുള്ള വീഡിയോകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Our reality's fictional, this is all just a lie. We're all controlled by the pinnacle of the all-seeing eye. Access to death until we have nothing left. And that's just one of the many ways that they have us oppressed. They tell the truth in the movies and then they lie on the news.